അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. എൻ്റെ തായ്ലാൻഡിലെ 4ാമത്തെ ദിവസം ഫുക്കറ്റും ഫിപ്പിയും ക്രാബിയും കഴിഞ്ഞ് ബാങ്കോക്കിലേക്ക് എത്തി ഞാൻ. അപ്പോൾ ഇന്ന് ഫുള്ള് ബാങ്കോക്കാണ്. നാളെ ഉച്ച വരെ ബാങ്കോക്കിലുണ്ട്. ഉച്ചയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് തിരിച്ച് കൊച്ചിയിലേക്ക് വയ ബാംഗ്ലൂർ ഇൻഡിഗോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബാങ്കോക്കിലുള്ള മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നമുക്ക് പറ്റാവുന്നത്ര രീതിയിൽ കവർ ചെയ്യാം. എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. ബാങ്കോക്കിൽ ഒരുപാട് സാധനമുണ്ട്. ഏകദേശം ഒരു 3-4 ദിവസം നിന്ന് കാണാനുള്ള സാധനങ്ങൾ തന്നെ ബാങ്കോക്കിലും പട്ടായയിലായിട്ടുണ്ട്. പട്ടായ നമ്മൾ പോകുന്നില്ല, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. പട്ടായ ഒരു 100-110 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പട്ടായ പോകുന്നില്ല. നമ്മൾ ബാങ്കോക്കിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പാലസും അതേപോലെ ഇവരുടെ കൾച്ചറിലുള്ള കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ആ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഇന്നത്തെ കാഴ്ചകൾ കംപ്ലീറ്റ് ബാങ്കോക്ക് ആയിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത റൂമാണ്. ഇന്നലെ ബാറ്ററി തീർന്നുകൊണ്ട് എനിക്ക് റൂമൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ചെറിയൊരു ലോഡ്ജാണ്, ഒരു സിംഗിൾ ബെഡ് ലോഡ്ജ്. ഒരു 450 ബാത്തിന് ഞാൻ എടുത്തു. രാത്രി ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം സെർച്ച് ചെയ്യാൻ പോയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റൊക്കെ അത്രയും തിക്ക് റഷ് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നൈറ്റ് കൂടി സ്റ്റേ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഏതെങ്കിലും വേറൊരു ബാക്ക് പാക്കേഴ്സിലേക്ക് മാറാന്നുള്ള രീതിയിലാണ്. ഇന്നലെ ഏകദേശം വളരെ നൈറ്റായി ഞാനിവിടെ എത്തിയപ്പോൾ. ഏകദേശം 12 മണി 12:30 ആയി എത്തിയപ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ ക്രാബിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ലേറ്റ് ഫ്ലൈറ്റ് എടുക്കാതെ ഒരു ഈവനിങ് ഫ്ലൈറ്റൊക്കെ എടുക്കുക. ഒരു 7 മണി 6 മണിയുടെ ഫ്ലൈറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ബാങ്കോക്കിൽ നേരത്തെ എത്താം. കാരണം ഞാൻ ലേറ്റ് നൈറ്റ് എടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ കറാബിയിൽ എവിടെയെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലേറ്റ് ഫ്ലൈറ്റ് എടുത്തത്. പക്ഷേ ലേറ്റ് ഫ്ലൈറ്റ് എടുത്തത് എനിക്ക് തന്നെ മണി കിട്ടി. എവിടെ എത്തിയപ്പോൾ ഭയങ്കര ലേറ്റ് ഡിലേ. കുഴപ്പമില്ല, ഈവൻ നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റി, സുഖമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാലത്തൂടെ 9 മണിയായി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് വേറൊരു നല്ലത് ഇത്തിരി നീറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. തൽക്കാലത്തേക്ക് വേണ്ടിയിട്ടതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കിടന്നുറങ്ങി. ഇനി ഇന്ന് കിടന്നുറങ്ങാനൊരു നല്ലൊരു ബാക്ക് പാക്കേഴ്സ് സെറ്റപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. കൂട്ടത്തിൽ സ്ഥലങ്ങളും കാണാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറൻസിയുടെ എക്സ്ചേഞ്ച് നമ്മളൊന്നും പേടിക്കാനില്ല. ഡോളറിൽ കൊണ്ടുവരാം. നല്ല റേറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 31 ബാറ്റ് കിട്ടുന്ന ഡോളറിന്. വലിയ എക്സ്ചേഞ്ച് ഫീസോ കാര്യങ്ങളോ ഇവിടെ പുറത്ത് ഇവിടെ ഒന്നും വാങ്ങില്ല. നോ കമ്മീഷൻസ് ഒന്നും വാങ്ങുന്നില്ല ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ നിങ്ങൾ കറൻസി ചേഞ്ച് ചെയ്യാം. ഞാൻ കുറച്ച് ഭാഗത്ത് നമ്മുടെ ദുബായ് എയർപോർട്ടിൽ തന്നെ ഞാൻ മാറ്റിയത്. ദുബായ് എയർപോർട്ട് ഫ്രീ ആണ്, കമ്മീഷനൊന്നുമില്ല കറൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ഡോളറും കുറച്ച് ബാത്തും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാത്ത് തീർന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബാത്ത് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഫുള്ള് ലോക്കൽ നടക്കണ കാരണം ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഫുള്ള് ക്യാഷ് വേണം. അതുകൊണ്ട് എക്സ്ചേഞ്ചിൽ വന്നിരിക്കുക. അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ ലാസ്റ്റ് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ ഹോട്ടൽ അത്ര പോരായിരുന്നു. രാത്രി ആയതുകൊണ്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ നോക്കി. അപ്പോൾ നല്ലൊരു റേറ്റിന് കിട്ടി, 800 ബാത്തിന് കിട്ടി. സാധാരണ ആ റേഞ്ച് ഇങ്ങനത്തെ ഒരു ഹോട്ടലെന്ന് പറഞ്ഞാൽ നല്ലൊരിതാണ്. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 4 പേർക്കൊക്കെ ഈ റേറ്റിന് കിട്ടും. 4 പേർക്ക് 5 പേർക്കൊക്കെ ഒരു 800 ബാത്ത് 1000 ബാത്തിനൊക്കെ ഡോർമെറ്ററി സിസ്റ്റം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഡോർമെറ്ററി എടുത്തില്ല. ഒരു പ്രൈവറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, റൂം തന്നെയാണ് എടുത്തത്. അപ്പോൾ ലാസ്റ്റ് ഹോട്ടൽ ചെക്ക് ഇൻ ആണ് ബാങ്കോക്കിൽ. അപ്പോൾ നാളെ രാവിലെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്താൽ നേരെ ഇന്ത്യയിലേക്ക് പോകാണ്. അഗോഡയിൽ 8 ആണ് റിവ്യൂ. ട്രിപ്പ് അഡ്വൈസറുടെ 2012 വിന്നറായിരുന്നു ഈ ഹോട്ടൽ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇനി ബാങ്കോക്ക് കാഴ്ചകളിലേക്ക് പോവാം. നമുക്കിനി ഒരു പകൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു പകൽ നാളെ ഉച്ച വരെ. അപ്പോൾ നാളെ ഉച്ച വരെ നമുക്ക് അധികം ദൂരത്തൊന്നും പോകാൻ പറ്റില്ല. തിരിച്ച് ഇവിടെ എത്തണം. അതുകൊണ്ട് ഞാനെല്ലാം സേഫായിട്ട് മെട്രോ തൊട്ടതിന് നേരെ ഓപ്പോസിറ്റ് മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കയറി എയർപോർട്ടിലേക്ക് പോവാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വഴി കാണാം. ഓക്കെ, ഇതാണ് റൂം. കാലത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ജ്യൂസ് മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ലഞ്ചിന് കയറി. അപ്പം ഇനി മെട്രോ കയറി പോകണം. നേരം കൊണ്ടെത്തും. ഭക്ഷണം കഴിച്ചിട്ട് കയറി പോകാം. ലേറ്റ് ചെയ്യണം. സ്റ്റീം റൈസും ഗ്രീൻ ചിക്കൻ കറി ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന 16ാമത്തെ അശോക് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. അശോക് സ്റ്റേഷനിൽ നമുക്ക് പോകേണ്ടത് ഈ ഒരു പറഞ്ഞ സപ്പാൻ ടാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മളിതൊരു ഗ്രീൻ ലൈനാണ്, ഒരു ലൈറ്റ് ഗ്രീൻ, ഒരു ഡാർക്ക് ഗ്രീൻ. നമുക്കിത് ഈ വഴി പോയിട്ട് ഈ സിയാം എന്ന് പറഞ്ഞിട്ടുള്ള സിയാം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് മാറി കയറി ഇവിടുന്ന്
സപ്പാൻ ടാക്സിൻ എന്നുള്ള ഈ സ്ഥലത്തേക്ക് നമുക്ക് വരണം. അവിടെ നിന്ന് നമുക്ക് ബോട്ടുകൾ അവൈലബിൾ ആണ് നമ്മൾ ഈ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി. സിയാം എന്നാണ് പ്ലാറ്റ്ഫോമിൻ്റെ പേര്. നമുക്ക് പോകേണ്ട ബംഗ്വാ ഡയറക്ഷനിലാണ് ട്രെയിൻ വന്നു. നമുക്ക് കയറാം. ഇതിൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയിൽ നിൽക്കുന്നില്ല, നോക്കിയിട്ട് പറയാമല്ലോ. നമ്മുടെ ബോട്ട് ആ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ ബോട്ട് ടിക്കറ്റിൻ്റെ കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു. അതായത് 1 വേ ഗ്രാൻഡ് പാലസ് ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 50 ബാത്ത് 60 ബാത്താണ് റേഞ്ച്. അപ്പോൾ തിരിച്ചു വരാനും 60, അപ്പോൾ 120 ബാത്തോ. അപ്പോൾ ഞാൻ 200 ഒരു ടിക്കറ്റ് എടുത്തത്. 200 ബാത്തിൻ്റെ, അതായത് എനിക്ക് 24 hours ഈ ബോട്ടിൽ പല സ്ഥലങ്ങളുണ്ടാവും. പരിസരങ്ങളിലെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരാം. 6 മണി വരെ എനിക്ക് ഉപയോഗിക്കാം ഈ ബോട്ട്. 6 മണി വരെയുള്ള ബോട്ട്. 6 മണി വരെ എത്ര തവണ വേണമെങ്കിലും കയറി തുടങ്ങുകയും ചെയ്യാം. അടുത്തൊരു ഡെസ്റ്റിനേഷൻ വാത് അരുൺ പിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ഈ ബോട്ടിൽ സ്റ്റോപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല, ഞാൻ നേരെ അറ്റത്ത് പോയിട്ട് അങ്ങനെ ഇങ്ങോട്ട് വരാനാണ്. അപ്പോൾ ആദ്യം പോകുന്നത് ഗ്രാൻഡ് പാലസിലാണ്. ഗ്രാൻഡ് പാലസ് 3:30 അടയ്ക്കും. അപ്പോൾ ആദ്യം പോകുന്നത് അങ്ങോട്ടാണ്. ഇവിടെയും നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ കാലത്ത് 9:30 തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഇങ്ങനെ കണ്ട് അങ്ങനെ പോവാം. ഒരു 5-6 സ്പോട്ടുകളുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് പാലസിൻ്റെ സ്റ്റോപ്പിലിറങ്ങി. നമ്മളിപ്പോൾ ഗ്രാൻഡ് പാലസ് ഏരിയയിൽ നടക്കുകയാണ്. 3:30 വരെയുള്ള അവിടെ എൻട്രി. ടൈമിൽ നമുക്ക് കയറണം.